ഏറ്റവും ആദ്യം തക്കാളി നമ്മൾ പറിക്കുമ്പോൾ എല്ലാം നല്ല വലിയ വലിയ ആപ്പിൾ പോലത്തെ തക്കാളി കിട്ടും. സെക്കൻഡ് നമ്മൾ പറിക്കുമ്പോൾ കുറച്ച് ചെറുതാകും. തേർഡ് പറിക്കുമ്പോൾ അതിലും ചെറുതാകും. ഫോർത്ത് വിളവെടുക്കാൻ ചെല്ലുമ്പോൾ നെല്ലിക്ക സൈസിലേ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ടിപ്പ് ഇതിൽ ചെയ്യുന്നുണ്ട്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത 15 ദിവസം കഴിയുമ്പോഴും വീണ്ടും അടുത്ത 15 ദിവസം കഴിയുമ്പോഴും ദെൻ തക്കാളി വിളവെടുക്കുന്ന സമയത്തും രതീഷ് ഇവിടെ എത്തിയാലേ രതീഷിന് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ശശികല ചേച്ചി ചെയ്ത റാഡിഷിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്വീകാര്യതയാണ് നിങ്ങൾക്കിടയിൽ അതിന് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള നല്ല അറിവുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നതും. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ശശികല ചേച്ചി തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു നമ്മളുടെ അടുത്ത് തക്കാളി എങ്ങനെ പ്രൂൺ ചെയ്യാമെന്നുള്ളത്. തക്കാളിയെ പ്രൂൺ ചെയ്ത് എങ്ങനെയാണ് അതിനെ നടുന്നത്, അത് വളരെ രസകരമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ ശശികല ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് തക്കാളിയെ പ്രൂൺ ചെയ്ത് നമ്മളിതിനെ വളർത്തിയെടുക്കുന്നത്, കൂടുതൽ വിളവ് ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ശശികല ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളോട് ഒരുപാട് പേരായി ഇത് ആവശ്യപ്പെടുന്നു. എന്തൊക്കെയാണ് ശരിക്കും തക്കാളി പ്രൂൺ ചെയ്യാൻ ഉള്ള എന്നാണ്. അതോടൊപ്പം നമുക്ക് പ്രൂണിങ് മാത്രമല്ല തക്കാളിയുടെ ഒരു കൃഷി രീതി കൂടി ചേച്ചി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം എങ്ങനെയാണെന്നുള്ളത്. എന്താണ് ശരിക്കും തക്കാളി നമ്മൾ ഏത് സമയത്താണ് നമ്മൾ വളർത്തി എടുക്കേണ്ടത്, അതിൻ്റെ കൃഷി ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? തക്കാളി നമുക്ക് എല്ലാ സീസണിലും കൃഷി ചെയ്യാം, ജലലഭ്യത ഉണ്ടാവണമെന്ന് മാത്രം. വാട്ടർ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിടെ വേണമെന്നുണ്ടെങ്കിലും സീസൺ ഒന്നുമില്ല, ഏത് സമയത്തും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഏത് സീസണിലും എന്ത് വെജിറ്റബിൾസും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഏത് സീസണിൽ വേണമെങ്കിലും എല്ലാ കൃഷിയും ചെയ്യാം. പക്ഷേ ജലലഭ്യത വേണമെന്നുള്ളൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഈ തക്കാളിക്ക് ഒരു പരിചരണം എങ്ങനെയാണ്? തക്കാളിയുടെ പരിചരണം ഫസ്റ്റ് നമ്മൾ മണ്ണൊരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വിളകൾക്കാണെങ്കിലും, ഞാനത് എപ്പോഴും പറഞ്ഞു തരാറുള്ള കാര്യമാണ്, ഏത് വിളകൾക്കാണെന്നുണ്ടെങ്കിലും മണ്ണ്, മണൽ, ചകിരിച്ചോറ്, അതേപോലെ തന്നെ ഒരു കൂട്ട് വളം. അപ്പോൾ ആ വളത്തിനകത്ത് നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെയുള്ള വളങ്ങളെല്ലാം കൂടി ചേർക്കുക. അതിനകത്ത് കുറച്ച് ഗോമൂത്രം ചേർക്കുക. പ്ലസ് അതിനകത്ത് നമ്മളുടെ മൈക്രോ ന്യൂട്രിയൻറ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നമ്മൾ എക്സ്ട്രാ സഫീഷ്യൻസ് കൊടുക്കുക. ഓക്കെ, ഇത്രയും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് അതിനകത്തേക്ക് സിങ്ക്, ബോറോൺ, മഗ്നീഷ്യം, പൊട്ടാഷ്യം എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും മണ്ണിൽ നിന്നും ചെടി വലിച്ചെടുക്കാനുള്ള കഴിവ് ചെടികൾക്ക് കിട്ടും. അപ്പോൾ മനുഷ്യർ സപ്ലിമെൻ്ററി ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ, അതേപോലെ തന്നെയാണ് സസ്യങ്ങൾക്കും. അപ്പോൾ സസ്യങ്ങൾക്ക് ഇപ്പോൾ നമ്മളുടെ മണ്ണിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു തരാറുണ്ട്, നമ്മളുടെ മണ്ണിൽ ഹ്യൂമസ് ഇല്ല, അതേപോലെ തന്നെ മണ്ണിന് ആവശ്യമായ ഒന്നും തന്നെ ഇപ്പോൾ മണ്ണിലില്ല. മണ്ണ് പാറ പോലെയാണ് കിടക്കുന്നത്. അത് മണ്ണിൽ വെട്ടിത്തിക്കഴിഞ്ഞാൽ, ഈ വേനൽക്കാലത്തൊക്കെ പാലക്കാട് ജില്ലയിലെ മണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ പാറക്കിട്ട് വെട്ടുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അല്ലാതെ മണ്ണ് നല്ലൊരു സ്പോഞ്ച് പോലെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതയിട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ തന്നെ നിൽക്കണം, ആ ചെടിയുടെ ചോട്ടിൽ തന്നെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചകിരിച്ചോറ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചകിരിച്ചോറ് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾക്ക് ആ ഈർപ്പം നിലനിൽക്കും, അധികം വെള്ളം പുറത്തേക്ക് ഒഴുകി പോവില്ല. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെടിയുടെ ഗ്രോ ബാഗിൻ്റെ പുറത്തേക്ക് വെള്ളം പോകാത്ത രീതിയിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെടിക്ക് 1 ലിറ്റർ വെള്ളമൊന്നും ഒരു ദിവസം വേണ്ട, വളരെ കുറച്ച് വെള്ളം മതി. ഇനി ഇതിനു വേണ്ടി മറ്റൊരു മാർഗ്ഗം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബോട്ടിൽ നമ്മൾ ഹോൾ ഇട്ടിട്ട്, അത് നമ്മൾ പിന്നീട് ഒരു ദിവസം അതിന് വേണ്ടി മാത്രമായിട്ട് ഞാനൊരു ടൈം തരാം. അപ്പം ഇന്ന് എനിക്ക് നല്ല തിരക്കുണ്ട്. അപ്പം ഇന്ന് നമുക്ക് തക്കാളിയുടെ പ്രൂണിങ്ങിനെ കുറിച്ചും തക്കാളി എങ്ങനെ നടാം എന്നുള്ളതിനെ കുറിച്ചും പറയാം. ആദ്യമായിട്ട് നമ്മൾ നല്ല ഹൈബ്രിഡ് വിത്ത് തന്നെ നമ്മൾ തക്കാളിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കണം. നമ്മുടെ നാടൻ തക്കാളിയുടെ വിത്ത് ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കീടബാധയും പുഴുക്കളും ഒരുപാട് ബാധിക്കും നാടൻ ഇട്ട് കഴിയുമ്പോൾ. പക്ഷെ തക്കാളി നമ്മൾക്ക് അപ്പോൾ ചോദിക്കാം, അപ്പോൾ ഈ ഹൈബ്രിഡ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നാടൻ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ തക്കാളി നമ്മൾ ആ നല്ല വിത്ത് തിരഞ്ഞു നോക്കി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പോൾട്രേയിൽ പാകിയിട്ട്, ആ പോട്രേ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അപ്പോൾ ആ പോട്രേക്കകത്തേക്ക് നമ്മൾ വിത്ത് പാകിയിട്ട് അതിനെ നമ്മൾ 4 ദിവസം ഇരുട്ടത്ത് വെച്ചിരുന്നത്. അപ്പോൾ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ സ്യൂഡോമോണസ് ലായനിയിൽ, അതായത് 1 ലിറ്ററിന് ഒരു 5 ml ഒഴിക്കുക. 5 ml ഒഴിച്ചിട്ട് 5 ml ഒഴിച്ചിട്ട് നമ്മൾ ആ സ്യൂഡോമോണസ് ലായനിയിലേക്ക് വിത്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇട്ട് വയ്ക്കും. എന്നിട്ട് അതിനെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് 4 ആയിട്ട് മടക്കി അതിലേക്ക് ഈ തക്കാളി നമ്മൾ ഇതിൽ നിന്നും വാരി ഇതിൽ വെച്ച് നല്ലപോലെ മടക്കി അതിനെ ഒരു കണ്ടെയ്നറിനടിയിൽ മൂടി വയ്ക്കും. അങ്ങനെ ഒരു ദിവസം 24 മണിക്കൂർ സൂക്ഷിച്ചതിന് ശേഷം ഈ വിത്ത് നമ്മൾ നമ്മുടെ പോട്രേക്ക് അകത്തേക്ക് പാകും. പോട്രേക്ക് അകത്തേക്ക് നമ്മൾ ചെയ്യുന്നത് മോളിക്കുലേറ്റ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ അതിനകത്ത് പാകി വീണ്ടും 4 ദിവസം നമ്മൾ ആ വിത്തിനെ അടച്ച് ഇരുട്ടുമുറിയിൽ സൂക്ഷിക്കും. അതിനുശേഷമാണ് ഇത് നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും 15 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു 20 ദിവസത്തിന് ശേഷമാണ് തക്കാളി തൈകൾ നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗിനകത്തേക്കോ അല്ലെങ്കിൽ ചെടികൾ നമ്മൾ ചാലെടുത്തിട്ട് ഡയറക്റ്റായിട്ടോ നട്ടു കൊടുക്കുന്നത്. ഇതിപ്പോൾ രതീഷിന് വേണ്ടി മാത്രം ഞാൻ ഒരു ഗ്രോ ബാഗിൽ ഒരു തക്കാളി ഇങ്ങനെ വളർത്തിയെടുത്തതാണ്. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം 20 ദിവസമായ ചെടിയാണ്. 20 ദിവസമായ ചെടിയാണ്. ഈ 20 ദിവസമായ ചെടി നമ്മൾ ശരിക്കും തക്കാളിയെ പ്രൂൺ ചെയ്യുമ്പോഴേ എത്ര പ്രായമായിരിക്കണം അങ്ങനെ അത് തന്നെ. അതായത് വേറെ ഒന്നും നോക്കണ്ട. 2, 4, 5, 6 ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇലയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 7 ഇല 8 ഇല പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രൂൺ ചെയ്യാം. പ്രായമായാൽ നമുക്ക് പ്രൂൺ ചെയ്യാം. 8 ഇല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു 25 ദിവസം. ഈ 8 ഇല വരെ ഇങ്ങനെ പോകാൻ നമ്മൾ അനുവദിക്കരുത്. 8 ഇല വരെ ഇങ്ങനെ ആകണമെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു 3 ഇല ഉണ്ടായാൽ മതി. ഓക്കെ, അതായത് ഇതിപ്പോൾ 2, 4, 5 ഇതിൻ്റെ ഉള്ളിൽ 3 ഇലയുണ്ട്, കാണുന്നുണ്ടോ? ഇതാ ഇങ്ങനെ വരുന്ന സമയത്ത് വേണം നമ്മൾ. കാരണം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ബ്രാഞ്ച് ഇവിടുന്ന് പൊട്ടരുത്. അടുത്ത ബ്രാഞ്ച് പൊട്ടുന്നതിന് മുമ്പ് നമ്മളിവിടെ പ്രൂൺ ചെയ്തിരിക്കണം. അപ്പം നമ്മളിവിടെ പ്രൂൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൽ 3 ഇല നിർത്തിയാൽ മതി. അപ്പം നമ്മൾ ഇവിടുന്ന് പ്രൂൺ ചെയ്തിട്ട് ഇതിനെ ഇതുപോലെ ഒരു ലേശം വെള്ളം എടുക്കും. ആ വെള്ളത്തിനകത്ത് ഒരു തുള്ളി സ്യൂഡോമോണസ് ഒഴിക്കും. എന്നിട്ട് ഈ കട്ട് ചെയ്തതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇടും. ഓക്കെ, അതെ, ഒരു തുള്ളി ഇതിൽ നിന്ന് സ്യൂഡോമോണസ് ഒഴിക്കും. എന്നിട്ട് ഈ കട്ട് ചെയ്ത തക്കാളിയുടെ തല ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരം ഈ വെള്ളം മാറ്റി കളയും. ഫ്രഷ് വെള്ളം ഒഴിക്കും. ഡെയിലി വെള്ളം മാറ്റി കൊടുത്ത് ഒരു 15 ദിവസം സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ചെടിയിൽ വേര് പിടിക്കും. ഇതിന്റെ മോൾ വശം നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്തിട്ടില്ലേ, അതിൽ നമ്മൾക്ക് വേര് പിടിക്കും. യെസ്. അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് പറയണത് വെറൈറ്റികൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണമെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നമ്മൾക്ക് വേര് പിടിക്കും. ഈ വേര് പിടിച്ച തൈ നമ്മൾക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെടുത്ത് നടാം. ഇതിൻ്റെ ഉള്ളിലല്ല, വേണ്ട. പ്രൂൺ ചെയ്ത് നമുക്ക് ഒരുപാട് ചെടികൾ അത്യാവശ്യം കമ്പുകൾ വരും, പുതിയതായിട്ട് വരും. അതും നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ വെള്ളത്തിലിടാം. അപ്പൊ തക്കാളി ഇങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 15 ദിവസത്തിനകം വീണ്ടും ഇതുപോലെയാകും. വരും 15 ദിവസത്തിനകം വീണ്ടും ഇതുപോലെ 2 ബ്രാഞ്ച് വരും. നമ്മൾ കായ ഉണ്ടാവുന്നതിന്റെ മുന്നേ എത്ര തവണ നമുക്ക് ചെയ്യാൻ കഴിയും? 3 പ്രാവശ്യം. 3 പ്രാവശ്യം അല്ലേ? 45ാമത്തെ ദിവസം തക്കാളി പൂക്കും. അപ്പോൾ ഈ തക്കാളി പൂക്കുന്നതിന് മുമ്പായിട്ട് മാക്സിമം പ്രൂൺ ചെയ്തിരിക്കണം. അപ്പം നമുക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഇനി ഒരു 15 ദിവസം ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഏകദേശം 15-20 ദിവസമായ തൈയാണ്. ഇനി 25 ദിവസവും കൂടി നമ്മൾക്ക് ഈ തൈ പൂക്കാൻ വേണ്ടിയ സമയം. അപ്പോൾ ആ 25 ദിവസത്തിനകം ഇപ്പം ഞാൻ ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് മുളപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാനിത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കും. ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഇവിടെ വരുന്ന 2 ബ്രാഞ്ച് ഉണ്ടല്ലോ, ഇത് ഏകദേശം ഒരു വിരൽ നീളമാകുമ്പോഴത്തേക്കും അത് ഞാൻ വീണ്ടും കട്ട് ചെയ്ത് വിടും. അപ്പോൾ അത് ഞാൻ മുളപ്പിക്കാൻ എടുക്കില്ല. 45 ദിവസം കഴിഞ്ഞ തക്കാളി പൂക്കും എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഒരു തക്കാളി കൃഷിയുടെ സമയപരിധി എത്രയാണ്? 100 to 110 ദിവസം. 100 to 110 ദിവസം അല്ലേ? 100-110 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുത്തൊരു തക്കാളിയുടെ ഒരു കാലാവധി ഈൽഡ് കഴിയും. ആ ചെടിയുടെ കാലാവധി തന്നെ കഴിയും അല്ലേ? കഴിയും. അതായത് ഏറ്റവും ആദ്യം തക്കാളി നമ്മൾ പറിക്കുമ്പോൾ എല്ലാം നല്ല വലിയ വലിയ ആപ്പിൾ പോലത്തെ തക്കാളി കിട്ടും. സെക്കൻഡ് നമ്മൾ പറിക്കുമ്പോൾ കുറച്ച് ചെറുതാകും. തേർഡ് പറിക്കുമ്പോൾ അതിലും ചെറുതാകും. ഫോർത്ത് വിളവെടുക്കാൻ ചെല്ലുമ്പോൾ നെല്ലിക്ക സൈസിലേ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ടിപ്പ് ഇതിൽ ചെയ്യുന്നുണ്ട്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത 15 ദിവസം കഴിയുമ്പോഴും വീണ്ടും അടുത്ത 15 ദിവസം കഴിയുമ്പോഴും ദെൻ തക്കാളി വിളവെടുക്കുന്ന സമയത്തും രതീഷ് ഇവിടെ എത്തിയാലേ രതീഷിന് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. എന്താണ് നമ്മൾ ഇനി എങ്ങനെയാണ് ഇതിനെ പ്രൂൺ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളിതിലൊരു 8 ഇല വരുമ്പോഴാണ് നമുക്ക് ഈ തൈ നമ്മൾ പ്രൂൺ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ചകിരിച്ചോറൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നോക്കിയോളൂ. 2, 4, 6, 8 ഇല നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ക്ലോസിൽ നോക്കിക്കോളൂ. താഴെ 2, 4, 6, 8 ഇലയുണ്ട്. അപ്പോൾ ഈ 8 ഇലയിൽ നമ്മൾ ഇത് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ 3 ഇല നിർത്തും. ഏറ്റവും താഴെയുള്ള 2, ഇതൊന്ന് 3, ഇതൊന്ന് 4. ഈ 4 ഇല നമ്മൾ നിർത്തിക്കൊണ്ട് ഇതിങ്ങനെ നമ്മൾ വെക്കുക. ഇതിൽ നിന്ന് ഒരു, അതായത് ഈ ഇലയുടെ മുകൾ ഭാഗമായിരിക്കണം, ഈ ഇലയുടെ താഴ്ഭാഗമായിരിക്കണം. നമ്മൾ ചെരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ആയിരിക്കണം. ഇതിനെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒടിച്ചെടുക്കാം. ഓക്കെ, ഇതിനെ ഒന്ന് ഭദ്രമായിട്ടൊരു കവറിൽ പൊതിഞ്ഞു വയ്ക്കാം നമുക്ക്.
ദെൻ ഇതിനെ നമ്മൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇതൊരു 3-4 ചെടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഷാർപ്നെസ് പോകും. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് വെക്കുക അടുത്ത ചെടി ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ബ്ലേഡ് ചെരിച്ച് പിടിക്കണം, ചെടി ഇങ്ങനെ വളച്ച് പിടിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ ഈ 2, 4, 1, 5 അല്ലേ ഇവിടെ നിർത്തുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഞാൻ ഇപ്പോൾ ചെരിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ചെരിഞ്ഞിട്ടുണ്ടോ നോക്കിയോളൂ. ഇതിൻ്റെ അടി ചെരിഞ്ഞിട്ടുണ്ടോ കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഇനി നേരെ ഈ വെള്ളത്തിനകത്തേക്ക് ഇടും. സ്യൂഡോമോണസ് ഒഴിച്ച വെള്ളത്തിനകത്തേക്കാണ്. ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സ്യൂഡോമോണസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. രതീഷ് വരുമ്പോഴത്തേക്കും എൻ്റെ വർക്കൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ സ്യൂഡോമോണസ് ഒഴിച്ച് വെച്ചതാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്കിന്ന് തീരെ സമയമില്ല. എൻ്റെ മേഡോ സാറും ഒക്കെ ഇവിടെ ഉണ്ട്, അറിയാലോ. ഇപ്പം നമ്മൾ ബഞ്ചാരാസ് നഴ്സറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്ന് തൊട്ട് കൊടുക്കണം. അതെ, ആക്കുന്നത്. എന്നിട്ട് മണ്ണ് വെച്ചു. വീണ്ടും ഇവിടെ മണ്ണ് വെക്കും, മണ്ണ് വെക്കാകില്ല. ഇവിടെയും നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം മണ്ണ് ഇങ്ങനെ നമ്മൾ തൊട്ട് വയ്ക്കും. മണ്ണുള്ളത് നമ്മളിതാ ഇവിടെ ഇത്തിരി വെച്ചു. ചേച്ചി ഇത് ചെയ്യുന്ന അവിടുത്തെ നീര് പോകാതിരിക്കാൻ, അതെ, അതൊഴുകി പോകാതിരിക്കാൻ നമ്മൾ മുറിച്ചതല്ലേ. നമ്മളുടെ ശരീരത്തിൽ നിന്ന് രക്തം വരുന്ന പോലെ ചെടിയിൽ നിന്നൊരു വെളുത്ത ദ്രാവകം വരും. അപ്പം അത് നമ്മളിങ്ങനെ ചെയ്തു. ഇത് എത്ര ദിവസം കൊണ്ട് ഇതിലെ മുള വരും? ഇത് അടുത്ത ഇനി ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ അടുത്ത ബ്രാഞ്ച് വരും. ഇതിന്റെ അടി മാത്രം നനച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും നമ്മൾ മുകൾ ഭാഗത്ത് അങ്ങോട്ട് ടച്ച് ചെയ്യേ ഒന്നും വേണ്ട. താഴെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വേണോ? വെയിലത്ത് വെക്കണം. തക്കാളിയൊക്കെ വെയിൽ കൊള്ളേണ്ട, നല്ല സൂര്യപ്രകാശം വേണ്ടതാണ്. വെയിലത്ത് വെക്കാം, നോ പ്രോബ്ലം. പ്രശ്നമില്ല. തന്നെ പൊട്ടിമുളച്ച് വരും. ഇതിന്റെ കാര്യം നമുക്ക് അറിയേണ്ടത്, ഇത് ഒരാഴ്ചക്കകം വേര് വരും. വേര് വരും. ഇതിന്റെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് ഓർഗാനിക് കേരളത്തിൽ ഇട്ട് തരാം. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിരുന്ന വീഡിയോയുടെ ബാലൻസ് ആണെന്നുള്ളത് ഇട്ട് തരാം. അത് എപ്പോഴാണ് ഇടേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി. ഇതിൽ വേര് വരും. വെള്ളത്തിൽ മുക്കി വെച്ചല്ലോ, ഇത് എത്ര ദിവസം എങ്ങനെ വെക്കണം? 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ വെള്ളം മാറിക്കളയണം. മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിക്കണം. വേണ്ട. ആദ്യത്തെ പ്രാവശ്യം മാത്രം നമ്മൾ സ്യൂഡോമോണസ് വെച്ചാൽ മതി. അതെ. എന്നും സ്യൂഡോമോണസ് ഒഴിക്കണ്ട. ഏത് ചെടിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആദ്യത്തെ പ്രാവശ്യം വിത്ത് നടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തൈ നടുമ്പോഴോ മാത്രമേ സ്യൂഡോമോണസ് ലൈനിൽ മുക്കാവുള്ളൂ. പിന്നെ ഈ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു ചെടികളുടെ ചോട്ടിൽ. ഈ തൈക്ക് ഒഴിച്ചു കൊടുക്കാം, മറ്റു തൈകൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ ഇതിന്റെ ചോട്ടിൽ ഒഴിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരു തുള്ളി മാത്രം മതി. ഇത് നല്ല സപ്ലിമെൻ്ററി ആണ്, നല്ല മൈക്രോന്യൂട്രിയൻ്റ് ആണ്. സ്യൂഡോമോണസ് എന്ന് പറയുന്നത് നമ്മളുടെ വിത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അത്രയും പവറാണിത്. അതെ, പവറുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ തക്കാളി പ്രൂണിങ് ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് ഇനി 10 ദിവസത്തിനകം ഇതിൽ 2 ബ്രാഞ്ച് വരും. ആ 2 ബ്രാഞ്ച് വരുമ്പോൾ ആ 2 ബ്രാഞ്ച് നമ്മൾ നുള്ളിക്കളയും. അത് 2 നുള്ളിക്കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 4 ബ്രാഞ്ച് വരും. അപ്പോൾ ആ 4 ബ്രാഞ്ച് നമ്മൾ നുള്ളിയെടുക്കും. ഇനി നമ്മൾ ഇതിൽ സ്റ്റിക്ക് കുത്തി കൊടുക്കും, തക്കാളിക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അല്ലെങ്കിൽ ഇത് മറ്റൊരു ഇതിലേക്ക് പോകുന്ന ക്രൈപ്പർ പോലെ ആയി പോകും. അതെ, ബ്രാഞ്ചസ് നേരെ വരാൻ വേണ്ടിയിട്ട്, വേറെ പുതിയ ബ്രാഞ്ച് വരണം, തക്കാളി നിറയെ പടർന്ന് വരണം. അതെ, നിറയെ ബ്രാഞ്ചസ് വരണം. അല്ല, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിങ്ങനെ. അതായത് ഇപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് ഇങ്ങനെയൊക്കെ വെച്ചത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്ര സമയമൊന്നും എടുക്കില്ല. ഇതൊരെണ്ണം കട്ട് ചെയ്യും, അടുത്ത് കട്ട് ചെയ്യും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കട്ട് ചെയ്ത്. നമ്മുടെ തോട്ടത്തിനകത്തല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ കാരണം ഇതിങ്ങനെ ഇത്ര സമയം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം എത്രത്തോളം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നഷ്ടമാണ്. ഈ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കൃഷികളായിക്കോട്ടെ, എത്രയും പെട്ടെന്ന് നമുക്ക് ജോലി തീർത്ത് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ ജോലി തീർത്ത് പോകണം. അതാണ് അതിൻ്റെ ശരി. മാത്രമല്ല ഇത് ഈ സമയത്തല്ല ഇത് പ്രൂൺ ചെയ്യേണ്ടത്. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഈ പ്രൂണിങ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഇലയുടെ വാട്ടം കണ്ടോ, വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വാടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ശശികല ചേച്ചിയുടെ ഈ തക്കാളി പ്രൂൺ ചെയ്യുന്ന വീഡിയോ കണ്ടു. വളരെ രസകരമായിരുന്നില്ലേ? എനിക്ക് പുതിയ ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആവുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതുവരെ തന്ന സപ്പോർട്ടോടു കൂടി കൂടെ ഉണ്ടാവുക. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.